പാതിവില തട്ടിപ്പിൽ അനന്തകുമാറിന്റെ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 27ലേക്ക് മാറ്റി. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിനാലാണ് ഹർജി മാറ്റിയത്. വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. നാട്ടിലെല്ലാം ഇത്തരമൊരു തട്ടിപ്പ് നടത്തുകയും അതിനുശേഷം അനന്തകൃഷ്ണൻ ആളെ കാണുന്നില്ല, എവിടെയാണെന്നറിയില്ല. പകരം മുൻകൂർ ജാമ്യ ഹർജിയാണ് നൽകുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ള മറുപടി ലഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഹർജി 27ലേക്ക് വീണ്ടും മാറ്റുന്നത്. അതുവരെയും കേരള പോലീസ് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ അറസ്റ്റൂടെ തടയുന്ന ഒരു സാഹചര്യമുണ്ടോ അനന്തകൃഷ്ണൻ? മാർഷൽ, കണ്ണൂർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത പാതിവില തട്ടിപ്പ് കേസിലാണ് ഈ സായിഗ്രാം ഡയറക്ടർ ആനന്ദകുമാർ പ്രതിയായിട്ടുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തെ കോടതിയിൽ ആനന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇപ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ട് തന്നെ 2 ആഴ്ചയായി. കഴിഞ്ഞ ആഴ്ച ഈ ഹർജി കോടതി പരിഗണിച്ചിരുന്നു. അപ്പോഴും കണ്ണൂർ സിറ്റി പോലീസിൽ നിന്നുള്ള പോലീസിന്റെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ആ ഹർജി പരിഗണിക്കുന്നത് ഈ ദിവസത്തേക്ക് മാറ്റിയത്. ഇന്ന് വീണ്ടും കോടതി ആ ഹർജി പരിഗണിച്ചു. അപ്പോഴും പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് കോടതി വീണ്ടും പോലീസിന് സമയം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം 27 വീണ്ടും ഹർജി പരിഗണിക്കാം എന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം. ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, ആനന്ദകുമാറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആനന്ദകുമാറിന്റെ അറസ്റ്റ് വൈകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതോടെയാണ് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. നേരത്തെ ആനന്ദകുമാർ നമുക്കറിയാം വീട്ടിലൊക്കെ പോയപ്പോൾ ആ വീട് പൂട്ടിയിട്ട നിലയിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ആശുപത്രിയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുകയും ചെയ്തത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം വന്നതിന് ശേഷം ആനന്ദകുമാർ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ED കൂടി റെയ്ഡുമായി രംഗത്തിറങ്ങിയ സ്ഥിതിക്ക് ആനന്ദകുമാറിന്റെ അടുത്ത നീക്കം എന്താണെന്ന് വ്യക്തമല്ല. ഇനിയിപ്പോൾ പോലീസിന്റെ തൽക്കാലം 27-ാം തീയതി വരെ പേടിക്കേണ്ട എന്നാണ് തോന്നുന്നത്. പോലീസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. മാർഷൽ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ വീടിനും അതോടൊപ്പം തന്നെ ഓഫീസിനുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.